എൻ്റെ പേര് യൂസഫ് ചങ്ങരത്തുനിന്നാണ്. തിക്കോടി സ്വദേശിയാണ്, കോഴിക്കോട് ജില്ല തന്നെ. കഴിഞ്ഞ 4 ദിവസമായി ഡിസബിലിറ്റി ഫെസ്റ്റിൻ്റെ ഭാഗമായി ഞാനും ഇവിടെയുണ്ട്. അപ്പോൾ ഒരു ഇൻസ്റ്റാളേഷൻ ഇവിടെ ചെയ്തിട്ടുണ്ട്. മരുന്ന് കുപ്പികളാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്ന ഈ ഇൻസ്റ്റാളേഷന്. അത് പ്രധാനമായിട്ടും എൻ്റെ മകൾ തന്നെ കുടിച്ച മരുന്നിൻ്റെ കുപ്പികളാണ്. റെഡ് സിൻഡ്രോം അവസ്ഥയുള്ള മകൾ, അവളിപ്പോൾ 6 തരം മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ 2 തരം സിറപ്പാണ് കഴിക്കുന്നത്. അതിൽ ചെറിയ ബോട്ടിൽ ലെവിപ്പില്ല്, അതോടൊപ്പം തന്നെ വലിയ ബോട്ടിൽ വാൾപ്പാറ്റ് എന്ന് പറഞ്ഞൊരു സിറപ്പാണ്. അപ്പം ഡിസബിലിറ്റിയുള്ള പ്രത്യേകിച്ച് ജനിതക വൈകല്യം ഒക്കെ ഉള്ള ഭിന്നശേഷിക്കാരെ സംബന്ധിച്ച്, സെർവൽ പൾസിയുള്ള, ഓട്ടിസമുള്ള, ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി ഒക്കെയുള്ള ഭിന്നശേഷിക്കാരെ സംബന്ധിച്ച് മിക്കവാറും ആളുകളിൽ അപസ്മാരം ഉണ്ടാവും. അത്തരം കുടുംബങ്ങളെ സംബന്ധിച്ച് അപസ്മാരത്തിന് തന്നെ നല്ലൊരു തുക ചെലവഴിക്കേണ്ടി വരുന്നുണ്ട്. നമ്മുടെ സർക്കാർ സംവിധാനങ്ങളിലൂടെ അല്ലെങ്കിൽ സന്നദ്ധ സംഘടനകളിലൂടെ പാലിയേറ്റീവ് കെയറിലൂടെയൊക്കെ ചില ആളുകൾക്കൊക്കെ മെഡിസിൻ കിട്ടുന്നുണ്ടെങ്കിലും സർക്കാർ സംവിധാനത്തിലൂടെ തീരെ ഇടവേളകളില്ലാതെ കൃത്യമായി എല്ലാ മാസവും ഈ കുടുംബങ്ങളിലേക്ക് ഇത്തരം മരുന്നുകളൊക്കെ സൗജന്യമായി കൊടുക്കണം എന്നുള്ള ഒരു സന്ദേശം കൂടിയാണ് ഇവിടെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ 21 തരം ഭിന്നശേഷിക്കാരെ കുറിച്ച് പറയുമ്പോൾ റെഡ് സിൻഡ്രോം പോലുള്ള റെയർ ഡിസീസ് വിഭാഗത്തിൽ കൂടി പെടുന്ന ഇത്തരം ഭിന്നശേഷിക്കാരെ കുറിച്ച് പൊതുസമൂഹത്തിന് ഇപ്പോഴും ഒരുപക്ഷെ പ്രൊഫഷണൽസിന് പോലും കൃത്യമായ ഒരു അവബോധം ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഇത്തരം ഡിസബിലിറ്റികളിലൊക്കെ കൂടുതൽ അവയർനെസ് കൊണ്ടുവരേണ്ടതുണ്ട്. അതിലൂടെ അവരും കുടുംബവും അല്ലെങ്കിൽ ആ കുട്ടികൾ കുറച്ചുകൂടി അവരുടെ ക്വാളിറ്റി, ജീവിത നിലവാരം കുറച്ചുകൂടി മെച്ചപ്പെടുത്താനും മറ്റും ഇത്തരം അവയർനെസ്സും അതിനനുസരിച്ചുള്ള തെറാപ്പികളും ഒക്കെ കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ആ രീതിയിലൊക്കെ ഇനിയും അവയർനെസ് കുറേ ഈ മേഖലയിൽ ഉണ്ടാകേണ്ടതുണ്ട്. അതൊക്കെ ഈ KDF-ലൂടെ ഇപ്പോൾ കുറേ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ തുടർച്ചകൾ ഇനിയും ഉണ്ടാകേണ്ടതുണ്ട്. ആ രീതിയിലൊക്കെ വരുന്നാളുകളിൽ ഉള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകുമെന്ന് കരുതുന്നു. അതോടൊപ്പം തന്നെ എൻ്റെ കയ്യിലുള്ള കുറേ പുസ്തകങ്ങളുണ്ട്. ഈ ഡിസബിലിറ്റി മേഖലയായി ബന്ധപ്പെട്ട ഡിസബിലിറ്റിക്കാർ എഴുതിയതോ അല്ലെങ്കിൽ അവരെക്കുറിച്ച് എഴുതിയ പുസ്തകങ്ങളാണ്. ഒരു 100ഓളം പുസ്തകങ്ങളുണ്ട്. ഇതും ഒരു അവയർനെസ്സിൻ്റെ അടുത്ത് പൊതുസമൂഹം ചിലപ്പോൾ തിരിച്ചറിയുന്നില്ല. ഈ ഡിസബിലിറ്റി മേഖലയിലും സാഹിത്യം മേഖലയിലൊക്കെ കഴിവുള്ള ആളുകളുണ്ട് എന്നൊക്കെ ഇപ്പോഴും പൊതുസമൂഹത്തിന് കൃത്യമായ തിരിച്ചറിവില്ല. അപ്പോൾ ഇതിലൂടെയൊക്കെ ആ ഒരു മെസ്സേജൊക്കെ കൊണ്ടുവരാൻ പറ്റുമെന്നാണ് തോന്നുന്നത്.
ആ, 4 ദിവസമായി ജനുവരി 29 മുതൽ കോഴിക്കോട് ബീച്ചിൽ KDF നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരള ഡിസബിലിറ്റി ഫെസ്റ്റ്. കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു ഫെസ്റ്റിവൽ നടക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും കോഴിക്കോട് കടപ്പുറം ഒരുപാട് ചരിത്ര മുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച സ്ഥലമാണ്. അതൊരു പുതിയ ഒരു യുഗപ്പിറവിക്ക് ഡിസബിലിറ്റി മേഖലയിലെ ഒരു വലിയൊരു മുന്നേറ്റത്തിന് ഈ ഒരു ഡിസബിലിറ്റിയുടെ ഈ ഒരു ഫെസ്റ്റിലൂടെ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷ അർപ്പിക്കുന്നത്. കാരണം കഴിഞ്ഞ 4 ദിവസമായി ജീവിതത്തിൻ്റെ നാനാ തുറകളിലുള്ള ഒരുപാട് ആളുകൾ ഇവിടേക്ക് എത്തുകയുണ്ടായി. അതുകൊണ്ട് തന്നെ പൊതുസമൂഹം ഡിസബിലിറ്റിക്കാരെ കുറച്ചുകൂടി ഉൾക്കൊള്ളുന്ന രീതിയിലേക്ക് ഈ ഫെസ്റ്റ് എത്തിപ്പെടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഒന്ന് ആലോചിച്ചു നോക്കൂ, നമ്മുടെ സ്വന്തം ശരീരം തന്നെ നമുക്കെതിരെ തിരിഞ്ഞാൽ എങ്ങനെയുണ്ടാകും? ഇന്ന് നമ്മൾ മൾട്ടിപ്പിൾ സ്ക്ലെറോസിസ് അല്ലെങ്കിൽ MS എന്ന അവസ്ഥയെക്കുറിച്ചാണ് ചുരുക്കത്തിൽ സംസാരിക്കുന്നത്. അപ്പോൾ എന്താണിത്? ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധ സംവിധാനമില്ലേ, അത് നമ്മുടെ തലച്ചോറിനെയും സുഷുമ്നാ നാഡിയെയും ഒരു ശത്രുവിനെ പോലെ കണ്ട് ആക്രമിക്കാൻ തുടങ്ങും. സ്വാഭാവികമായും തലച്ചോറും ശരീരവും തമ്മിലുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ താറുമാറാകും. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഒന്നാമത്തെ കാര്യം, ഇത് പൂർണ്ണമായും സുഖപ്പെടുത്താൻ കഴിയില്ല. MS-ന്റെ ചില പ്രശ്നങ്ങൾ അദൃശ്യമാണ്, അതിനാൽ അദൃശ്യ വൈകല്യമായി കണക്കാക്കപ്പെടുന്നു. MS ഉള്ളവരുടെ പ്രായം 20 മുതൽ 45 വരെ വയസ്സ് പ്രായമുള്ളവരാണ്. എന്നാൽ ഇത് യുവത്വത്തെയും ബാധിക്കുന്നു. നടക്കാൻ ബുദ്ധിമുട്ട്, അസന്തുലിതാവസ്ഥ, കാഴ്ചക്കുറവ്, മൂത്രമൊഴിക്കാനുള്ള നിയന്ത്രണം നഷ്ടപ്പെടുക തുടങ്ങിയ പ്രശ്നങ്ങളാണ് പ്രധാനമായും കാണുന്നത്. പിന്നെ ഏതെങ്കിലും വൈറസ് അണുബാധയൊക്കെ ഇതിലേക്ക് നയിക്കാമെന്നൊക്കെയാണ് കരുതുന്നത്. എന്നാൽ MS-നു ഫലപ്രദമായ പുതിയ ചികിത്സകൾ ഇപ്പോൾ ലഭ്യമാണ്. ശരി, ഇതൊരാളുടെ ജീവിതത്തെ എങ്ങനെയാണ് ബാധിക്കുന്നത്? ഇത് വെറുമൊരു ശാരീരിക പ്രശ്നമല്ല. കടുത്ത ക്ഷീണം കാരണം സാധാരണ ജോലികൾ പോലും ചെയ്യാൻ പറ്റാതാകും. നടക്കാനും ബാലൻസ് ചെയ്യാനും ബുദ്ധിമുട്ടുണ്ടാകും. ചിലപ്പോൾ കാഴ്ചയെ വരെ ബാധിക്കും. ഇതിനെല്ലാം അപ്പുറം ചിന്തിക്കാനും സംസാരിക്കാനും പ്രയാസം വരുമ്പോഴോ അത് വലിയ മാനസിക സമ്മർദ്ദത്തിലേക്ക് നയിക്കും. ശരിക്കും പറഞ്ഞാൽ ജീവിതം ആകെ മാറിമറിയും. അപ്പോൾ പിന്നെ ഇതിനെ എങ്ങനെ നേരിടാം? അതാണ് നമ്മുടെ മൂന്നാമത്തെ പോയിന്റ്. ചികിത്സയും പിന്നെ മാനസികമായ സപ്പോർട്ടും ഒരുപോലെ പ്രധാനമാണ്. മരുന്നുകളും ഫിസിയോതെറാപ്പിയുമൊക്കെ രോഗലക്ഷണങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും എന്നുറപ്പാണ്. പക്ഷേ അതോടൊപ്പം നമ്മൾ കൊടുക്കുന്ന പിന്തുണ ഉണ്ടല്ലോ, അത് വളരെ വലുതാണ്. ക്ഷമയോടെ സംസാരിക്കുന്നതും വീട്ടിലും ജോലിസ്ഥലത്തും ചെറിയ സൗകര്യങ്ങൾ ചെയ്യുന്നതും പിന്നെ മാനസികമായ ഒരു താങ്ങായി നിൽക്കുന്നതും ഇതൊക്കെ ശരിക്കും വലിയൊരു സപ്പോർട്ടാണ്. അതുകൊണ്ട് ഒന്ന് ഓർക്കുക, കൃത്യമായ ചികിത്സയും നമ്മുടെ സ്നേഹവും പിന്തുണയും ഒപ്പമുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ സ്ക്ലെറോസിസ് ഉള്ളവർക്കും നല്ലൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും.